ഹായ് ഫ്രണ്ട്സ്, അമരൻ. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം ഒരു നല്ല തമിഴ് സിനിമ കാണാൻ സാധിച്ചു. ഞാൻ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ചെയ്യണമെന്ന് വിചാരിച്ച സിനിമയാണ്, പക്ഷേ സമയം കിട്ടാഞ്ഞുകൊണ്ട് കാണാൻ സാധിച്ചില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ OTTയിൽ കണ്ടത്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഇമോഷണലി നമ്മളെ ഒരുപാട് ടച്ച് ചെയ്യുന്നൊരു ഫിലിമാണിത്. ഇത് ഒരു ബയോഗ്രഫിക്കൽ വാർ ഫിലിമാണ്. ഇന്ത്യൻ കരസേനയുടെ രജപുത്ര റെജിമെന്റിൽ സൈനികനായിരുന്ന മേജർ വരദരാജൻ 1953 ജനിച്ച് 2014 വീരമൃത്യു വരിച്ച മുകുന്ദ് വരദരാജൻ എന്ന ആർമി ഓഫീസറുടെ കഥയാണ്. അദ്ദേഹത്തിന്റെ ബയോഗ്രഫി, അതായത് ജീവിത കഥ, അതുപോലെ തന്നെ സീൻ ബൈ സീൻ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രാജ്കുമാർ പെരിയസ്വാമി ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ രാജ് കമൽ ഇന്റർനാഷണൽ. അദ്ദേഹം ശരിക്കും പെരിയസ്വാമി തന്നെയാണ്. കാര്യം വളരെ നല്ലതായിട്ടാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആ സൈനികൻ്റെ കഥ അതുപോലെ തന്നെ സീൻ ബൈ സീൻ എടുത്തു വെച്ചിരിക്കുകയാണ്. ശിവകാർത്തികൻ എടുത്ത് പറയത്തക്ക റോളെന്ന് വെച്ചാൽ ശിവകാർത്തികേയനും സായി പല്ലവിയും രണ്ടുപേരും മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു പോകേണ്ട ചില ഭാഗത്തു നിന്നും ശിവകാർത്തികൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് കാണിച്ചു കൊടുത്തു. ആർമി ഓഫീസറുടെ ആ ഒരു ചടുലതയും ആ ഒരു പഞ്ച്വാലിറ്റി കാണിക്കേണ്ട സീനുകളിലൊക്കെ അങ്ങനെ ചെയ്തും, അല്ലാത്ത കൂളായിട്ട് അഭിനയിക്കേണ്ട രീതിയിൽ സമയത്ത് കൂളായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. സായി പല്ലവിയുടെ ഇമോഷണൽ സീൻസൊക്കെ വളരെ മികച്ചതായിരുന്നു. നമ്മൾ ഈ പടം കാണുമ്പോൾ തൊട്ട് അവസാനിക്കും വരെ നമ്മുടെ കണ്ണ് ഇങ്ങനെ എന്ത് നടത്തില്ല നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ അകത്ത് ഇമോഷണൽ സീൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ശിവകാർത്തികേയൻ്റെ സുപ്പീരിയറായിട്ട് ഓഫീസറായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്, രാഹുൽ ബോസ് എന്ന് പറഞ്ഞു. അദ്ദേഹം നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ബി ജി എം എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. BGM ഹൈ ആക്കേണ്ട സമയത്ത് ഹൈ ആക്കുകയും ലോ ആക്കേണ്ട സമയത്ത് ലോ ആക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ നല്ലതായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മിന്നൽ എന്നുള്ള പാട്ടൊക്കെ ഇതിനോടകം ഹിറ്റായി കഴിഞ്ഞു. പിന്നെ ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിരിക്കുന്നത് GV പ്രകാശാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലക്കി ഭാസ്കറൊക്കെ പുള്ളി ചെയ്തിരിക്കുന്നതാണ്. പുള്ളിയുടെ ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ ഹൈ ആക്കേണ്ട സമയത്ത് ഹൈ ആക്കുക, ലോ ആക്കേണ്ട സമയത്ത് ലോ ആക്കുക, നമ്മളെ ഓവർ ആക്കിക്കാതെ വളരെ നല്ലൊരു മികച്ച രീതിയിലാണ് പുള്ളി അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല ഫീൽ തരും. നമുക്ക് അഡ്രിനാലിൻ റഷ് തരേണ്ട സമയത്തൊക്കെ തരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ശിവകാർത്തികനെ കുറിച്ചാണ്. ശിവകാർത്തികൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആർമി ഓഫീസറുടെ വേണ്ട ഫിസിക്ക്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ചടുലത എല്ലാം ശിവകാർത്തികേയൻ വളരെ നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിജയ് ആണെങ്കിലും സൂര്യ ആണെങ്കിലും എല്ലാ ആർമി റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശിവകാർത്തികേയനിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു ആർമി റഫ് ലുക്കായിട്ടുള്ളൊരു ഓഫീസറിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മാക്സിമത്തിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. സായി പല്ലവി ആണെങ്കിലും ഇമോഷണലായിട്ടുള്ള സീൻസ് വളരെ നല്ല ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ മാരേജ് കഴിഞ്ഞ് കുട്ടിയുമായിട്ടുള്ള സീനുകളൊക്കെ വളരെ മികച്ചമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം കുട്ടിയുമായി സായി പല്ലവി ഇവിടെ ആർമി ഓഫീസിൽ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചുവട്ടിലിരിക്കുമ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, അച്ഛൻ ഇനി എന്നാണ് അമ്മയെ ലീവിന് വരുന്നതെന്ന്. ആ സീനൊക്കെ വളരെ മികച്ചതായിട്ടാണ് നമുക്ക് അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത്, രാജ്കുമാർ പെരിയസ്വാമി. എന്തായാലും വളരെ നല്ലൊരു മൂവിയാണ്. എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. പിന്നെ പറയട്ടെ, മേജർ മുകുന്ദ് വരദരാജ്, അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അദ്ദേഹം റിയൽ ലൈഫിൽ ചെയ്തു വെച്ചേക്കുന്ന റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ പറ്റില്ല. അതുപോലുള്ള കാര്യമാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. പുള്ളി നമുക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ ടച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മേജറും അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടിയൊക്കെ ഒരുമിച്ചുള്ള കുറേ ഫോട്ടോയും റിയൽ ഫൂട്ടേജും കാര്യങ്ങളൊക്കെ കാണിക്കും. അച്ചമില്ല അച്ചമില്ല എന്നുള്ള പാട്ട് ഈ സിനിമയ്ക്കകത്ത് ശിവകാർത്തികൻ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതേ സീൻ റിയൽ ലൈഫിൽ മേജർ അദ്ദേഹത്തിൻ്റെ കുട്ടിയോട് പറഞ്ഞേക്കുന്ന ഫൂട്ടേജ് ലാസ്റ്റ് കാണിക്കും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലായിട്ട് ഒരുപാട് ഫീലാവും. എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്, മസ്റ്റ് വാച്ചാണ്. എനിക്ക് തിയേറ്ററിൽ കാണാൻ സാധിച്ചില്ല. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ബൈ. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മൈക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ.